ബോബി ചെമ്മണ്ണൂരിനെ ഉടൻ തന്നെ പുറത്തിറക്കും, ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉത്തരവ് കേട്ടയുടൻ പ്രതിക്കൂട്ടിൽ തളർന്നിരിക്കുകയായിരുന്നു, ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. അലി, ഇപ്പോൾ പ്രോസിക്യൂട്ടറാണ് സംസാരിച്ചതല്ലേ, എന്താണ് വിധിയുടെ വിശദാംശങ്ങൾ? വിനീത, തീർച്ചയായും ഈ പറഞ്ഞതുപോലെ ഒരു കൃത്യമായ സന്ദേശം സമൂഹത്തിന് നൽകുക എന്നത് തന്നെയാണ് ഈ വിധിയിലൂടെ ലക്ഷ്യം വെച്ചിരിക്കുന്നതും. കാരണം ഇത്രയും ഈ പിടിപാടുള്ള സമൂഹത്തിൽ ഇത്രയും സമ്പന്നനായി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഇത്തരം ഒരു കേസിൽ ജാമ്യം നൽകുകയാണെങ്കിൽ സ്വാഭാവികമായും ഇനിയും സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിലുള്ള അവഹേളനങ്ങൾ, ഈ ഇത്തരത്തിൽ ലൈംഗിക അതിക്രമ ചുവയോടുകൂടിയുള്ള സംസാരങ്ങളും പോസ്റ്റുകളും എല്ലാം അത് സ്വാഭാവികമായി മാറും. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം നിലനിൽക്കെ കൃത്യമായൊരു ഇടപെടൽ, ഇത്തരത്തിലുള്ള ഈ അശ്ലീല പരാമർശങ്ങൾ സ്ത്രീകൾക്കെതിരെ നടത്തുന്ന സമൂഹ മാധ്യമങ്ങൾ പോസ്റ്റുകൾക്കും കണ്ടന്റുകൾക്കും എല്ലാം തടയിടുന്ന നിലയിലുള്ള ഒരു വിധി എന്ന് തന്നെ പറയണം ബോബി ചെമ്മണ്ണൂരിനെതിരെ ഇപ്പോൾ കോടതി കൈക്കൊണ്ടിരിക്കുന്ന വിധി എന്ന് പറയുന്നത്. 14 ദിവസത്തെ റിമാൻഡിൽ ബോബി ചെമ്മണ്ണൂരിനെ പോലെ ഒരു വ്യക്തി സ്വാഭാവികമായും ജയിലിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഇനി അതൊരു മുന്നറിയിപ്പായി ഇവിടെ നിലനിൽക്കും എന്നുള്ളതാണ് ഈ വിധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം സമൂഹ മാധ്യമങ്ങൾ വഴി കാലങ്ങളായി ഇയാളുടെ കണ്ടന്റുകൾക്കെതിരെ ഇത്തരത്തിൽ വിമർശനം ഉയർന്നിട്ടുണ്ടെങ്കിലും ഇന്നോളം ഇതൊരു നിയമ നടപടിയിലേക്ക് പോയിട്ടില്ല എന്നുള്ളതായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ കോൺഫിഡൻസ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നടപടികൾ തുടരാനുള്ള അയാളുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. അതിനുകൂടിയാണ് ഇവിടെ തടയിടപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഹണീറോസ് ആദ്യഘട്ടം മുതൽ പറഞ്ഞിരുന്നു ഇത് താനൊരു യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. ഇത്തരത്തിലുള്ള അശ്ലീല പരാമർശങ്ങൾ സ്ത്രീകൾക്കെതിരെ സമൂഹ മാധ്യമങ്ങൾ വഴി നടത്തുന്നവർക്കെതിരെ താനൊരു യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് ബോബി ചെമ്മണ്ണൂരിനെതിരായ പരാതി എന്ന് ഹണീറോസ് ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു. ഇത് കൃത്യമായൊരു അത്തരത്തിലുള്ളൊരു നീക്കം തന്നെ, ഈ നിയമ പോരാട്ടത്തിൽ ഹണീറോസ് ഉറച്ചു നിന്നു എന്നുള്ളത് അത്തരത്തിലൊരു നീക്കം തന്നെ എന്ന് വേണം പറയാൻ. ഹണീറോസ് പ്രതീക്ഷിച്ചതുപോലെ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമുണ്ട് എന്ന് ഹണീറോസ് ആദ്യം മുതൽ പറഞ്ഞതുപോലെ ആ നീതിന്യായ വ്യവസ്ഥ പരാതിക്കാരിക്കൊപ്പം നിന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഈ ജാമ്യാപേക്ഷ തള്ളി എന്നുള്ളത് ബോബിയെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന വാർത്ത തന്നെയായിരിക്കാം. കാരണം അത്രയും ആത്മവിശ്വാസത്തിലാണ് ബോബി പോലീസിന്റെ വാഹനത്തിലിരുന്നത്, പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുന്നത്, കോടതിയിലേക്ക് കയറി പോകുന്നത്. സ്വാഭാവികമായും ഇപ്പോൾ ജാമ്യം ലഭിക്കില്ല, ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്ന വിധി വന്ന സാഹചര്യത്തിൽ ബോബി കുഴഞ്ഞു വീണിരിക്കുന്നു. ആശുപത്രിയിലേക്ക് അല്പസമയത്തിനുള്ളിൽ ബോബിയെ മാറ്റും എന്നുമാണിപ്പോൾ കോടതിക്ക് അകത്തുനിന്നും ലഭിക്കുന്ന വിവരം. നിലവിലിപ്പോൾ ഈ തലകറങ്ങി വീണ ബോബി ഇപ്പോൾ വാഷ്റൂമിലേക്ക് പോയിരിക്കുകയാണ്. ഇനി അല്പസമയത്തിനുള്ളിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമെന്നുമാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും കൃത്യമായൊരു സന്ദേശം ഈ വിധിയിലൂടെ കോടതി സമൂഹത്തിന് നൽകിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്കെതിരെ സമൂഹ മാധ്യമങ്ങൾ സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന, വെർബൽ റേപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന ആളുകൾക്കുള്ള കൃത്യമായൊരു മുന്നറിയിപ്പ്, ഇനി ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കാതിരിക്കാനുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിനെതിരായ ഈ കേസിൽ, ഈ പരാതിയിൽ കോടതി ഇപ്പോൾ ഈ വിധിയിലൂടെ നടപ്പാക്കിയിരിക്കുന്നത്. 14 ദിവസത്തെ റിമാൻഡ്, ബോബി ജയിലിലേക്ക് പോകുന്നതാണ് ഈ വിഷയത്തിലെ ഏറ്റവും നിർണായകമായ നീക്കം. ബോബി ചെമ്മണ്ണൂരിന്റെ ആരോഗ്യാവസ്ഥ എന്ന് നോക്കുക. നമുക്കൊപ്പം ശ്യാം ദേവരാജ്